അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ആദ്യ യൂണിറ്റിൽ നമുക്കൊരു ഹിക്കായ പഠിക്കാനുണ്ട് എന്ന് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിരുന്നു. ആ ഭാഗമാണ് ഇനി നമുക്ക് എടുക്കാനുള്ളത്. നഖറഉ നമുക്ക് വായിക്കാം. പാഠഭാഗത്തിൻ്റെ പേര് അൽ ഈസാർ, മുൻഗണന എന്നാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ചരിത്ര ഭാഗമാണ് ഇവിടെ പറയുന്നത്. കാന അൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ജാലിസൻ ഫിൽ മസ്ജിദിൻ നബവി. കാന ആയിരുന്നു അൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ജാലിസൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുകയായിരുന്നു ഫിൽ മസ്ജിദുൻ നബവി, മസ്ജിദുൻ നബവിയിൽ. ഫഅതാ റജുലുൻ, അപ്പോൾ ഒരാൾ വന്നു, മിൻ ബഈദിൻ, അദ്ദേഹം വന്നത് വളരെ ദൂരെ നിന്നാണ്. വക്കാന ആയിരുന്നു ജായഅൻ, അദ്ദേഹം വിശപ്പുള്ള ആളായിരുന്നു, വിശക്കുന്നവനായിട്ടാണ് അദ്ദേഹം വന്നത്. ഫക്കാൽ, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ ദൂതരെ, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഞാൻ ജൗആനുൻ, വിശപ്പുള്ളയാളാണ്, വിശക്കുന്നവനാണ്. അങ്ങനെ വലം യജിദിൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ബൈതിഹി ശൈഅൻ മിന തആം. വലം യജിദിൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടില്ല, ഫി ബൈതിഹി, തൻ്റെ വീട്ടിൽ, ശൈഅൻ, ഒന്നും തന്നെ, മിന തആം, ഭക്ഷണത്തിൽ നിന്ന് യാതൊന്നും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വീട്ടിൽ കണ്ടില്ല. അദ്ദേഹം വിശക്കുന്നവനാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കാൻ നബി വീട്ടിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ നബിയുടെ വീട്ടിൽ ഒന്നും തന്നെ ഭക്ഷണമായിട്ട് ഉണ്ടായിരുന്നില്ല. ഫക്കാല, ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലിമൻ ഹൗലഹു, തൻ്റെ ചുറ്റുമുള്ള സ്വഹാബാക്കളോട്, മൻ യുളയ്യിഫു, ആരാണ് അതിഥിയാക്കുക, ഹാദാ, ഇദ്ദേഹത്തെ, ഈ ഒരു മനുഷ്യനെ ഇന്നേ ദിവസം ആരാണ് അതിഥിയായി കൊണ്ടുപോവുക. ഖാല അബൂ തുൽഹ റളിയല്ലാഹു അൻഹു, ആ സമയത്ത് അബൂ തുൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന യാ റസൂലല്ലാഹ്, ഞാൻ അദ്ദേഹത്തെ കൊണ്ടുപോയിക്കൊള്ളാം നബിയെ എന്ന് അബൂ തുൽഹ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഫഫരിഹൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷിച്ചു. ഫരിഹ, സന്തോഷിക്കുക. ഫഫരിഹ, അപ്പോൾ സന്തോഷിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫൻത്വലഖ ബിഹി അബൂ തുൽഹ റളിയല്ലാഹു അൻഹു ഇലാ ബൈത്തി. ഫൻത്വലഖ ബിഹി, അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി അബൂ തുൽഹ റളിയല്ലാഹു അൻഹു ഇലാ ബൈത്തിഹി, തൻ്റെ വീട്ടിലേക്ക്. വഖാല ലി ഇംറത്തിഹി, എന്നിട്ട് തൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഹൽ ഇൻദകി ശൈഉൻ, നിൻ്റെ അടുക്കൽ വല്ലതും ഉണ്ടോ, ഭക്ഷണമായിട്ട് എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഖാലത്ത്, ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു, മാ ഇൻദന, നമ്മുടെ അടുക്കലില്ല, മാ ഇൻദന, നമ്മുടെ അടുക്കൽ ഇല്ല, ഇല്ല ഖൂത്ത്, ഖൂത്ത് എന്ന് പറഞ്ഞാൽ ഭക്ഷണം, ഇല്ല എന്ന് പറഞ്ഞാൽ അല്ലാതെ, ഇല്ലാതെ, കൂടാതെ, ഒഴികെ എന്നൊക്കെ അർത്ഥം വരും. മാ ഇൻദന, നമ്മുടെ അടുക്കലില്ല, ഇല്ല ഖൂത്ത്, ഭക്ഷണമല്ലാതെ, സുബിയാനി, എൻ്റെ കുട്ടികൾക്കുള്ള ഭക്ഷണമല്ലാതെ നമ്മുടെ അടുക്കൽ ഒന്നും തന്നെ ഇല്ല. ഫഖാല അബൂ തുൽഹ റളിയല്ലാഹു അൻഹു, ആ സമയത്ത് അബൂ തുൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹയ്യി, നീ തയ്യാറാക്ക്, തആമക്കി, നിൻ്റെ അടുക്കലുള്ള ഭക്ഷണം നീ തയ്യാറാക്കി വെക്ക്. വനവ്വിമി, നീ ഉറക്കണം, ഭാര്യയോട് പറയാണ്, വനവ്വിമി, നീ ഉറക്കണം, സുബിയാനക്കി, നിൻ്റെ മക്കളെ, നിൻ്റെ കുട്ടികളെ നീ ഉറക്കണം. അങ്ങനെ ഹയ്യഅത്തി തആം, ഹയ്യഅത്തി, തയ്യാറാക്കി, അത്തആം, ഭക്ഷണം. വനവ്വമത്തി സുബിയാൻ, നവ്വമത്ത്, ഉറക്കുകയും ചെയ്തു, അസ്സുബിയാന, മക്കളെ. അബൂ തുൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ തൻ്റെ ഭാര്യ ഭക്ഷണം തയ്യാറാക്കുകയും മക്കളെ ഉറക്കുകയും ചെയ്തു. സുമ്മ ഖാമത്ത്, എന്നിട്ട് അവർ എഴുന്നേറ്റ് നിന്നു. കഅന്നഹ തുരീദു, ഉദ്ദേശിക്കുന്നത് പോലെ, എന്തിന്, ഇസ്ലാഹ, നന്നാക്കാൻ, സിറാജിഹ, അവരുടെ അടുക്കലുള്ള വിളക്ക് നന്നാക്കാൻ എന്ന ഉദ്ദേശം പോലെ അവർ എഴുന്നേറ്റ് നിന്നു. ഫഅത്ഫഅതുഹു, എന്നിട്ട് ആ വിളക്ക് അവർ അണച്ചു. ഫഅത്ഫഅതുഹു എന്ന് പറഞ്ഞാൽ അപ്പോൾ അണച്ചു, ഏത്, ആ കയ്യിലുള്ള വിളക്ക് അവർ അണച്ചു. ഫതലാഹറ, എന്നിട്ട് അഭിനയിച്ചു, അന്നഹുമ, അവർ രണ്ടുപേരും, അബൂ തുൽഹയും ഭാര്യയും അഭിനയിച്ചു, യഅ്കുലാനി, കഴിക്കുന്നത് പോലെ, ഭക്ഷണം കഴിക്കുന്നത് പോലെ അവർ അഭിനയിച്ചു. അതായത് ആ അതിഥിക്ക് കഴിക്കാനുള്ള ഭക്ഷണം മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. അദ്ദേഹം അത് അറിയണ്ട എന്ന് വിചാരിച്ച് അവരുടെ അടുക്കലുള്ള വിളക്കണച്ച് അവർ രണ്ടുപേരും കഴിക്കുന്നത് പോലെ അഭിനയിക്കുകയാണ്. വഅകല, കഴിച്ചു, അല്ലൈഫു, അതിഥി ആ ഭക്ഷണം മുഴുവൻ കഴിക്കാൻ. വബാത്ത, അന്ന് രാത്രി കഴിച്ചു കൂട്ടി, ബാത്ത എന്ന് പറഞ്ഞാൽ രാത്രി കഴിച്ചു കൂട്ടി. അഹ്ലുൽ ബൈത്ത്, ആ വീട്ടിലുള്ള ആളുകൾ, അബൂ തുൽഹയും ഭാര്യയും അവരുടെ മക്കളും രാത്രി കഴിച്ചു കൂട്ടി. അലാ ജൂഇൻ, വിശപ്പോടുകൂടി, ഷദീദിൻ, ശക്തമായ വിശപ്പോടുകൂടി.
ഫലമ്മ അസ്ബഹ പ്രഭാതമായി സുബഹിയായി ദഹബ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു പോയി ഇലൽ മസ്ജിദി പള്ളിയിലേക്ക് ലിസ്വല സുബഹി നമസ്കാരം നിർവഹിക്കുന്നതിനു വേണ്ടി. ഫഖാല ലഹു അദ്ദേഹത്തോട് പറഞ്ഞു അൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനോട് ആ സമയത്ത് പറയാൻ അജിബല്ലാഹ് അള്ളാഹു ഇതാ അത്ഭുതപ്പെട്ടിരിക്കുന്നു. എന്തിനാണ് അത്ഭുതപ്പെട്ടിരിക്കുന്നത്? മിൻ സ്വനീഇകുമാ നിങ്ങളുടെ പ്രവൃത്തി കണ്ടിട്ട് അള്ളാഹു ഇതാ അത്ഭുതപ്പെട്ടിരിക്കുന്നു. ബിളൈഫികുമാ അതിഥിയോടുള്ള ഇന്നലെ രാത്രി നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന അതിഥിയോടുള്ള നിങ്ങളുടെ പ്രവർത്തനം കണ്ട് അള്ളാഹു ഇതാ അത്ഭുതപ്പെട്ടിരിക്കുന്നു. അല്ലയില രാത്രിയിൽ നിങ്ങൾക്ക് ലഭിച്ച അതിഥിയോട് നിങ്ങൾ കാണിച്ച പ്രവർത്തനം കൊണ്ട് അള്ളാഹു ഇതാ അത്ഭുതപ്പെട്ടിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനോട് പറയാൻ. നഫ്ഹമു അൽ ഹദീസ് ശരീഫ്. നഫ്ഹമു നമുക്ക് മനസ്സിലാക്കാം. അൽ ഹദീസ് ശരീഫ് ഒരു ഹദീസ് നമുക്ക് മനസ്സിലാക്കാം. ഈ പാഠഭാഗത്തിന് യോജിക്കുന്ന ഒരു ഹദീസാണ് ഇവിടെ കൊടുത്തുള്ളത്. മൻ ഖാന യുഅ്മിനു ബില്ലാ ആരെങ്കിലും അള്ളാഹുവിൽ വിശ്വസിക്കുകയും വൽയൗമിൽ ആഖിർ അതേപോലെ അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ ഫൽയുക്രിം അവർ ആദരിക്കട്ടെ ലൈഫഹു തൻ്റെ അതിഥിയെ. അള്ളാഹുവിലും അതേപോലെ തന്നെ വരാനിരിക്കുന്ന അന്ത്യദിനത്തിലും ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ ഫൽയുക്രിം ലൈഫഹു അവർ തൻ്റെ അടുക്കലേക്ക് വരുന്ന അതിഥികളെ ആദരിക്കട്ടെ എന്ന് പറയുന്ന ഹദീസാണ്. അപ്പോൾ സ്വന്തത്തേക്കാൾ മറ്റുള്ള ആളുകൾക്ക് അതിഥികൾക്ക് മുൻഗണന കൊടുക്കണം എന്ന് പറയുന്ന ഒരു പാഠം അതിന് യോജിക്കുന്നൊരു ഹദീസുമാണ് നമ്മൾ ഇവിടെ പഠിച്ചിട്ടുള്ളത്. നുജീബു നമുക്കുത്തരം നൽകാം. ഐന കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ജാലിസൻ എവിടെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നിരുന്നത്? മൻ യുളയ്യിഫു ഹാദ ആരാണ് ഇദ്ദേഹത്തെ അതിഥിയാക്കുക? മൻ ഖാല ഹാദ ഇതാരാണ് ചോദിച്ചത്? ലിമലം യുളയ്യിഫു നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അർറജുല എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ്ദേഹത്തെ അതിഥിയാക്കിയില്ല? നാലാമത്തെ ചോദ്യം ഹൽ അകല അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു മഅൽ ലൈഫ് അതിഥികളുടെ കൂടെ അബൂ ത്വൽഹ ഭക്ഷണം കഴിച്ചിരുന്നോ? അതിഥിയുടെ കൂടെ അബൂ ത്വൽഹ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നോ? കൈഫ ബാത അഹ്ലുൽ ബൈത്ത് ആ വീട്ടിലുള്ള ആളുകൾ എങ്ങനെയാണ് രാത്രിയെ കഴിച്ചു കൂട്ടിയത്? രാത്രി എങ്ങനെയാണ് അവർ കഴിച്ചു കൂട്ടിയത് ആ വീട്ടിലുള്ള ആളുകൾ? ഒന്നാമത്തെ ചോദ്യം എവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരുന്നിരുന്നത് എന്നാണ്. അപ്പോൾ അതിന് ഉത്തരം എഴുതുമ്പോൾ കാന അന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ജാലിസൻ ഫി മസ്ജിദുൻ നബവിയിലായിരുന്നു അല്ലേ. രണ്ടാമത്തെ ചോദ്യം ആരാണ് ഇദ്ദേഹത്തെ അതിഥിയാക്കുക എന്നുള്ള കാര്യം ചോദിച്ചത് ആരായിരുന്നു എന്നാണ്. ഖാല ഹാദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് അതിന് ഉത്തരം എഴുതേണ്ടത്. എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ അതിഥിയാക്കിയില്ല എന്നാണ് മൂന്നാമത്തെ ചോദ്യം. കാരണം നബിയുടെ വീട്ടിൽ എന്തുണ്ടായിരുന്നില്ല? ഭക്ഷണം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ എഴുതണം. ലം യജിദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ കണ്ടില്ല. ഫി ബൈത്തിഹി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഷൈഅൻ ഒന്നും തന്നെ മിനത്ത ഭക്ഷണത്തിൽ നിന്ന് യാതൊന്നും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തെ അതിഥിയാക്കാതിരുന്നത്. നാലാമത്തെ ചോദ്യം ഹൽ അക്കൽ അബൂ ത്വൽഹ മഅൻ ലൈഫ് അതിഥിയുടെ കൂടെ അബൂ ത്വൽഹ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്നാണ്. ല അദ്ദേഹം കഴിച്ചിട്ടില്ല. മ അക്കല അബൂ ത്വൽഹ മഅൽ ലൈഫ് അതിഥിയുടെ കൂടെ അദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ടില്ല. കൈഫ ബാത അഹ്ലുൽ ബൈത്ത് വീട്ടിലെ ആളുകൾ എങ്ങനെയാണ് രാത്രിയെ കഴിച്ചു കൂട്ടിയത്? അവർ എങ്ങനെയായിരുന്നു പാഠത്തിൽ പറയുന്നുണ്ട്. ബാത്ത അഹ്ലുൽ ബൈത്തി അലാ ജൂഇൻ ഷദീദ് ശക്തമായ വിശപ്പോടുകൂടിയാണ് അവർ രാത്രിയെ കഴിച്ചു കൂട്ടിയത്. അറബി ഭാഷയിലെ 2 തരം വാക്യങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്ന് ജുംലത്തുൽ ഇസ്മിയ, 2 ജുംലത്തുൽ ഫിഅലിയ. ജുംലത്തുൽ ഇസ്മിയ എന്ന് പറഞ്ഞാൽ മുബ്തദ ഖബർ ചേർന്നുണ്ടാകുന്ന വാചകങ്ങളെയാണ്
ജുംലത്തുൽ ഇസ്മിയ എന്ന് പറയുന്നത്. എന്താണ് മുബ്തദ ഖബർ നമുക്ക് പറയാം. ആദ്യം ഈ ഉദാഹരണത്തിലേക്ക് നമുക്ക് പോകാം. 2 ഉദാഹരണങ്ങളാണ് ജുംലത്തുൽ ഇസ്മിയക്ക് നമ്മൾ ഉദാഹരണമായിട്ട് കൊടുത്തുള്ളത്. അദ്ദാറു വാസിഅത്തുൻ, വീട് വിശാലമുള്ളതാണ്. അൽ ബുസ്താനു ജമീലുൻ, പൂന്തോട്ടം ഭംഗിയുള്ളതാണ്. ഈ 2 ഉദാഹരണങ്ങളിലെയും ആദ്യ പദമാണ് മുബ്തദ എന്ന് പറയുന്നത്. മുബ്തദ എന്ന് പറഞ്ഞാൽ തന്നെ ആരംഭിക്കുന്നത് എന്നാണ് അർത്ഥം. അപ്പോൾ ഇതിലെ ഇത്തരം വാചകങ്ങളിലെ ആദ്യ പദത്തിനെയാണ് നമ്മൾ മുബ്തദ എന്ന് പറയാം. പിന്നീട് വരുന്നതിന് ഖബർ എന്ന് പറയും. ഖബർ എന്ന് പറഞ്ഞാൽ വിവരം എന്നാണ് അർത്ഥം. അപ്പോൾ അദ്ദാറു വാസിഅത്തുൻ, വീട് വിശാലമുള്ളതാണ്. ദാർ എന്ന് പറയുന്നത് മുബ്തദവും വാസിഅത്ത് എന്ന് പറഞ്ഞാൽ ഖബറും. അൽ ബുസ്താനു ജമീലുൻ, പൂന്തോട്ടം ഭംഗിയുള്ളതാണ്. ബുസ്താൻ എന്ന് പറയുന്നത് മുബ്തദവും ജമീൽ എന്ന് പറയുന്നത് ഖബറുമാണതിൽ. അപ്പോൾ മുബ്തദവും ഖബറും ചേർന്നുണ്ടാകുന്ന ഒരു വാചകത്തെയാണ് നമ്മൾ ജുംലത്തുൽ ഇസ്മിയ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇതിലെ 2 ഉദാഹരണങ്ങളിലെയും ആദ്യ പദങ്ങൾ അദ്ദാർ വീട്, അൽ ബുസ്താൻ പൂന്തോട്ടം, ഇത് രണ്ടും എന്താണ്? ഇസ്മാണ്. അപ്പോൾ ഇസ്മു കൊണ്ട് ആരംഭിക്കുന്നതിനെയാണ്, അല്ലെങ്കിൽ ഇസ്മു കൊണ്ട് ആരംഭിക്കുന്ന വാക്യങ്ങൾക്കാണ് ജുംലത്തുൽ ഇസ്മിയ എന്ന് നമ്മൾ പറയുന്നത്. ഇനി അതിലെ 2ാമത്തെ ഭാഗം ജുംലത്തുൽ ഫിഅലിയ, അതായത് അതിൽ ക്രിയയും കർത്താവും ചേർന്ന് വരുമെന്നാണ്. അത്തരം വാചകങ്ങൾക്കാണ് ജുംല ഫിഅലിയ എന്ന് പറയുന്നത്. ഉദാഹരണം നോക്കാം. 1ാമത്തെ ഉദാഹരണം ജലസൽ വലതു, ജലസ ഇരുന്നു, അൽ വലതു കുട്ടിയിരുന്നു. 2ാമത്തെ ഉദാഹരണം റജഅ മടങ്ങി, ഹസ്സാൻ ഹസ്സാൻ മടങ്ങി. ഇതിൽ പ്രവൃത്തിയും ആ പ്രവൃത്തി ചെയ്ത ആളുമുണ്ട്. ജലസൽ വലതു, ജലസ എന്ന് പറഞ്ഞാൽ ഇരുന്നു. ആരാണ് ഇരുന്നത്? അൽ വലതു കുട്ടിയാണ് ഇരുന്നത്. റജഅ മടങ്ങി, ആരാണ് മടങ്ങിയത്? ഹസ്സാൻ എന്ന് പറയുന്ന ആളാണ് മടങ്ങിയത്. ഇതിൽ പ്രവൃത്തിയും പ്രവൃത്തി ചെയ്ത ആളും വരുന്നുണ്ട്. ഇത്തരം വാചകങ്ങളെയാണ് ഫിഅലിയ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ 2 വാചകങ്ങളും തുടങ്ങിയത് എങ്ങനെയാണ്? ഒരു ക്രിയ പറഞ്ഞുകൊണ്ടാണ്, ഒരു പ്രവൃത്തി പറഞ്ഞതുകൊണ്ടാണ്. ജലസ ഇരുന്നു, റജഅ മടങ്ങി, 2 തുടങ്ങുന്നത് എങ്ങനെയാണ്? ഒരു ഫിഅല് പറഞ്ഞിട്ടാണ്. അങ്ങനെ ഫിഅല് പറഞ്ഞു തുടങ്ങുന്ന വാചകങ്ങളെയാണ് ജുംല ഫിഅലിയ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞത് ജുംല ഇസ്മിയ ആയിരുന്നു. അതിൻ്റെ ആദ്യം വരുന്നത് എന്തായിരിക്കും? ഇസ്മായിരിക്കും. അതിനെ ജുംല ഇസ്മിയ എന്ന് പറയുന്നു. അപ്പോൾ ജുംല ഇസ്മിയ എന്താണ്, ജുംല ഫിഅലിയ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുകയാണ്. ഇനി നമ്മൾ പാഠഭാഗത്തിലേക്ക് തന്നെ പോവുകയാണ്. നുലാഹിദു, നമുക്ക് ശ്രദ്ധിക്കാം, അൽ ഖാനാത്ത് കള്ളികൾ. 2 കോളങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്നിൽ ജുംല ഇസ്മിയ, മറ്റൊന്നിൽ ജുംല ഫിഅലിയ. ഇസ്മി എന്താണെന്ന് നമ്മൾ പഠിച്ചതാണ്. മുബ്തദവും ഖബറും കൂടി വരുന്ന വാചകങ്ങളെയാണ് നമ്മൾ ഇസ്മി എന്ന് പറയാം. അതിൻ്റെ ആദ്യ പദം ഇസ്മായതുകൊണ്ട് അതിനെ ജുംല ഇസ്മിയ എന്ന് നമ്മൾ പറയുന്നു. ഉദാഹരണം നോക്കാം. അൽ മുറാസിലു, റിപ്പോർട്ട് ചെയ്യുന്നയാൾ എങ്ങനെയുള്ള ആളാണ്? സ്വാദിഖുൻ, സത്യസന്ധനാണ്. അൽ മുറാസിലത്തു, റിപ്പോർട്ടുകാരി അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തക, സ്വാദിഖത്തുൻ, സത്യവതിയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, അൽ മുറാസിലു എന്ന് പറയുന്നത് മുദക്കറാണ്. അപ്പോൾ അതിൻ്റെ ഖബറിനെയും നമ്മൾ മുദക്കറാക്കി. 2ാമത്തെ അൽ മുറാസിലത്തു, അത് മുഅന്നസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഖബറിനെയും നമ്മൾ മുഅന്നസാക്കിയിട്ടുണ്ട്. ആ കാര്യം ശ്രദ്ധിക്കുക. പിന്നെ 2 വാചകങ്ങളിലെയും ആദ്യ പദം ഇസ്മായതുകൊണ്ട് ഇതിനെ ഇസ്മിയ എന്ന് നമ്മൾ പറയുന്നു. അൽ മുറാസിൽ എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമത് ഇസ്മാണല്ലോ. ഇനി 2ാമത്തെ ഭാഗം ജുംല ഫിഅലിയയാണ്. എന്താണ് ജുംല ഫിഅലിയ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. പ്രവൃത്തിയും അതേപോലെ തന്നെ പ്രവൃത്തി ചെയ്ത ആളും വരുന്ന ഒരു വാചകത്തെയാണ് നമ്മൾ ജുംല ഫിഅലിയ എന്ന് പറയുന്നത്. അതിൻ്റെ ആദ്യം പ്രവൃത്തി വരുന്നത് കൊണ്ട് ഫിഅലിയ എന്ന് നമ്മൾ പറയുന്നു. ഉദാഹരണം നോക്കാം. സ്വദക്കൽ മുറാസിലു, സ്വദക്ക സത്യം പറഞ്ഞു. സത്യം പറയുക എന്നുള്ളത് ഒരു പ്രവൃത്തിയാണല്ലോ. ഇനി ആരാണത് പറഞ്ഞത്? അൽ മുറാസിലു, റിപ്പോർട്ടുകാരൻ അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യുന്നയാൾ. അപ്പോൾ അതിൽ പിന്നെ പ്രവൃത്തി വന്നു, അതേപോലെ തന്നെ പ്രവൃത്തി ചെയ്ത ആളും വന്നു, ഫിഅലും വന്നു, ഫായിലും വന്നു. സ്വദക്കത്തി, സത്യം പറഞ്ഞു. അൽ മുറാസിലത്തു, മാധ്യമ പ്രവർത്തക അല്ലെങ്കിൽ റിപ്പോർട്ടുകാരി. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ശ്രദ്ധിക്കണം. മുദക്കർ മുഅന്നസ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങളാണ്. ഫിഅല് മുദക്കറാണെങ്കിൽ ഫായിലിനെയും നമ്മൾ മുദക്കറാക്കണം. അതേപോലെ തന്നെ ഫിഅല് മുഅന്നസ് ആണെങ്കിൽ ഫായിലിനെയും നമ്മൾ മുഅന്നസാക്കണം. അപ്പോൾ ഈ ഒരു വാചകങ്ങൾ ഫിഅല് കൊണ്ട് തുടങ്ങുന്നത് കൊണ്ട് നമ്മളിതിനെ ജുംല ഫിഅലിയ എന്ന് നമ്മൾ പറയുന്നു.
ഇനി അതിൻ്റെ തൊട്ട് താഴെ ഭാഗത്ത് ജുംല ഇസ്മി എന്താണ്, ജുംല ഫിഅലി എന്താണെന്ന് പറയുന്നത്. ഇസ്മിയെ നമുക്കൊന്ന് വായിക്കാം. ജുംലത്തുൻ ഒരു ജുംലയാണ്. തബ്ദഉ അത് ആരംഭിക്കുന്നുണ്ട്, തുടങ്ങുന്നുണ്ട്. ബിൽ ഇസ്മി ഇസ്മ കൊണ്ട്. അപ്പോൾ ഇസ്മ കൊണ്ട് തുടങ്ങുന്ന ജുംലയാണ് ജുംലത്തുൻ ഇസ്മിയ എന്ന് നമ്മൾ പറയുന്നത്. തതകവ്വനു അത് ഉണ്ടാകുന്നത് മിൻ മുബ്തദഇൻ വ ഖബറിൻ മുബ്തദവും ഖബറും കൊണ്ടാണ്. മുബ്തദ എന്ന് പറഞ്ഞാൽ തുടക്കം, ആരംഭം. ഖബർ എന്ന് പറഞ്ഞാൽ വിവരമാണ്. നമ്മൾ നേരത്തെ വിശദീകരിച്ചുകൊണ്ട് ഇനി കൂടുതൽ പറയുന്നില്ല. അപ്പോൾ ഇസ്മ കൊണ്ട് ആരംഭിക്കുന്ന വാചകങ്ങളെയാണ് നമ്മൾ ജുംല ഇസ്മി എന്ന് പറയുന്നത്. അത് ഉണ്ടാകുന്നത് മുബ്തദവും ഖബറും കൊണ്ടാണ്. ഇനി ജുംല ഫിഅലിയ അതെങ്ങനെയുള്ള ജുംലയായിരിക്കും? ജുംലത്തുൻ തബ്ദഉ ബിൽ ഫിഅലി ഫിഅല് കൊണ്ട്, ഒരു പ്രവൃത്തി കൊണ്ട് തുടങ്ങുന്ന ഒരു ജുംലയായിരിക്കും. അതിനെയാണ് ജുംല ഫിഅലിയ എന്ന് പറയുന്നത്. തതകവ്വനു അതുണ്ടാകുന്നത് മിൻ ഫിഅലിൻ വ ഫാഇലിൻ ആ ഒരു സെൻറ്റൻസിൽ പ്രവൃത്തിയും ഉണ്ടാവും, അതേപോലെ തന്നെ ആ പ്രവൃത്തി ചെയ്ത ആളും ഉണ്ടാകും. ഇതിനെയാണ് ജുംല ഫിഅലിയ എന്ന് നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. നുക്മിലു അൽ ജുമല ബി ഫാഇലി മിന ദാഇറ താഴെ കൊടുത്തിട്ടുള്ള ജുംലകൾ എല്ലാം ഫിഅലിയായ ജുംലകളാണ്. അപ്പോൾ അതിലേക്ക് യോജിച്ച ഫായിലിനെ തൊട്ടപ്പുറത്തുള്ള വൃത്തത്തിൽ നിന്ന് നമ്മൾ കണ്ടെത്തണം. നാമ ഉറങ്ങി, നാമ ഉറങ്ങി. ദഹബത്തി പോയി, ഡേഷ് ഇലൽ മദ്രസ മദ്രസയിലേക്ക്. അജിബ അജിബ എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു. ഹയ്യഅത്തി തയ്യാറാക്കി, ഡേഷ് അത്വാമ ഭക്ഷണം. അപ്പോൾ അതിന് യോജിച്ച വാക്കുകൾ വൃത്തത്തിലുണ്ട്, അതിൽ നിന്ന് കണ്ടെത്താനാണ്. അൽ ബിൻതു, അൽ ഉമ്മു, അല്ലാഹു, അൽ വലതു എന്നാണ്. അപ്പോൾ നാമ എന്ന് പറഞ്ഞാൽ ഉറങ്ങി, അതിന് യോജിച്ചത് അൽ വലതു എന്നാണ്. നാമൽ വലതു കുട്ടി ഉറങ്ങി. രണ്ടാമത്തത് ദഹബത്ത് അതിന് യോജിച്ചത് ദഹബത്തിൽ ബിൻതു പെൺകുട്ടി പോയി. എന്തുകൊണ്ടാണ് അവിടെ വലത് വരാതിരുന്നത്? ഇവിടെ ദഹബത്ത് എന്നാണ് വന്നത്, അതായത് മുഅന്നസായ ഫിഅലാണ്. അപ്പോൾ നമ്മളവിടെ ഫായിലിനെ എന്ത് വെക്കണം? മുഅന്നസായ ഫായിലിനെ വെക്കണം. ഓക്കെ, അതുകൊണ്ടാണ് വലത് വരാതെ ബിൻതു വന്നത്, മുകളിലെ നാമക്ക് വലത് വന്നതും. അപ്പോൾ ദഹബത്തിൽ ബിൻതു ഇലൽ മദ്രസ. മൂന്നാമത്തത് ആജിബ അത്ഭുതപ്പെട്ടു, അതിന് ചോദിച്ചത് അല്ലാഹു അത്ഭുതപ്പെട്ടു. ഹയ്യഅത്തി തയ്യാറാക്കി, അല്ലുമ്മു ഉമ്മ തയ്യാറാക്കി, അത്തആം ഭക്ഷണം. നുക്മിലുൽ ജുംല അൽ ഇസ്മിയ ബി കലിമത്തിൻ മുനാസിബ താഴെയുള്ളത് ഇസ്മിയായ ജുംലയാണ്, അതിന് വൃത്തത്തിൽ നിന്ന് യോജിച്ച പദങ്ങൾ നമ്മളോട് കണ്ടെത്താനാണ്. അൽ ളൈഫു ഡേഷ് ളൈഫ് അതിഥി. അസ്സൗജത്തു ഡേഷ് സൗജത്ത് ഭാര്യ. ഡേഷ് മിസ്കീനത്തുൻ മിസ്കീനത്ത് പറഞ്ഞാൽ ദരിദ്രയാണ്. ഡേഷ് കരീമുൻ കരീം എന്ന് പറഞ്ഞാൽ ഉദാരനാണ്. ഇനി വൃത്തത്തിൽ കൊടുത്ത വാക്കുകൾ അൽ മുസിന്ന വൃദ്ധ, ജായ ഉൻ വിശക്കുന്നവനാണ്, സ്വാലിഹ സൽ സ്വഭാവി ആയവൾ അല്ലെങ്കിൽ നല്ലവൾ, അല്ലാഹു അല്ലാഹ്. അപ്പോൾ അല്ലൈഫു അതിഥി, ജായ ഉൻ വിശക്കുന്നവനാണ്, അല്ലൈഫു ജായ ഉൻ വിശക്കുന്നവനാണ്. അസ്സൗജത്തു സ്വാലിഹത്തുൻ അസ്സൗജത്തു ഭാര്യ, സ്വാലിഹത്തുൻ സൽ സ്വഭാവി ആണ് അല്ലെങ്കിൽ നല്ല സ്വഭാവമുള്ളവളാണ്. അൽ മുസിന്നത്തു മിസ്കീനത്തുൻ ആ വൃദ്ധയായ സ്ത്രീ മിസ്കീനത്താണ്, ദരിദ്രയാണ്. അല്ലാഹു കരീമുൻ അല്ലാഹു ഉദാരനാണ്. നുക്മിലുൽ ഫറാഗ ബി കലിമത്തിൻ മുനാസിബ യോജിച്ച പദങ്ങൾ നൽകി വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ് നമ്മോട് പറയുന്നത്. ഒന്നാമത്തേത് ഡേഷ് ജൗആൻ ജൗആൻ എന്ന് പറഞ്ഞാൽ വിശക്കുന്നവൻ. രണ്ടാമത്തേത് ഡേഷ് ഖലീലുൻ ഖലീൽ എന്ന് പറഞ്ഞാൽ കുറവാണ്. മൂന്നാമത്തേത് ഡേഷ് ജമീലത്തുൻ ജമീലത്ത് ഭംഗിയുള്ളതാണ്. നാലാമത്തേത് ഡേഷ് കബീറത്തുൻ കബീറത്ത് എന്ന് പറഞ്ഞാൽ വലുത്. അഞ്ചാമത്തേത് ഡേഷ് റഹീമുൻ റഹീം എന്ന് പറഞ്ഞാൽ കരുണാനിധി. ഇനി വൃത്തത്തിലുള്ളത് നോക്കാം. വൃത്തത്തിൽ ഒന്നാമത്തേത് അല്ലാഹു, രണ്ടാമത് അൽമാ എന്ന് പറഞ്ഞാൽ വെള്ളം, അന ഞാൻ, അൽ മസ്റഅ കൃഷിസ്ഥലം, ഖറിയത്ത് ഗ്രാമം. ഒന്നാമത്തേത് അന ജൗആൻ എന്നാണ് വരിക. അന ജൗആൻ ഞാൻ വിശപ്പുള്ളയാളാണ്. രണ്ടാമത്തേത് അൽമാ ഉ ഖലീലുൻ അൽമാ ഉ ഖലീലുൻ വെള്ളം കുറവാണ്. ഖലീൽ മുദക്കറായതുകൊണ്ട് അതിന് തൊട്ട് മുമ്പുള്ളതും എന്തായിരിക്കും? മുദക്കറായിരിക്കും. മൂന്നാമത്തേത് അൽ മസ്റഅത്തു ജമീലത്തുൻ ജമീലത്ത് മുഅന്നസാണ്. അപ്പോൾ അതിന് യോജിച്ചത് എന്താണ്? മുഅന്നസ് തന്നെയാണ് വരിക. അൽ മസ്റഅത്തു ജമീലത്തുൻ കൃഷിസ്ഥലം ഭംഗിയുള്ളതാണ്. നാലാമത്തേത്
അൽ ഖറിയത്തു കബീറത്തുൻ, ഗ്രാമം വലുതാണ്. അവിടെ കബീറത്ത് മുഅന്നസ് ആയതുകൊണ്ട് അതിന് തൊട്ട് മുമ്പുള്ളതും എന്താ വരിക, മുഅന്നസ് തന്നെയാണ്. അഞ്ചാമത്തത് അല്ലാഹു റഹീമുൻ, അല്ലാഹു കരുണാനിധിയാണ്. നുക്മിലു കമാ ഫിൽ മിസാൽ, ഉദാഹരണത്തിൽ കൊടുത്തതുപോലെ വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ് നമ്മോട് പറയുന്നത്. ഇവിടെ ഫിഅ്ലു മാദി മുദാരിയൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. എന്താണ് ഫിഅ്ലു മാദി മുദാരി? നമുക്കൊന്ന് പറയാം. മാദി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ കാലത്ത് ചെയ്ത പ്രവൃത്തിയെയാണ് മാദി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുദാരി എന്ന് പറഞ്ഞാൽ വർത്തമാന ക്രിയയും ഭാവി കാല ക്രിയയുമാണ്. അതായത് പ്രസൻറ്റ് ടെൻസും ഫ്യൂച്ചർ ടെൻസും. ഒരു ഫെയിലിൻ്റെ അർത്ഥം പറയുമ്പോൾ നിങ്ങൾക്കത് ഒന്നുകൂടി മനസ്സിലാവും. മാദിയായിട്ടുള്ള ഫെയിലാണ് ദഹബ എന്നുള്ളത്. ദഹബ എന്ന് പറഞ്ഞാൽ പോയി എന്നാണ് അർത്ഥം. അതിൻ്റെ മുദാരിയാണ് ഇദ്ഹബു. ഇദ്ഹബു എന്ന് പറയുമ്പോൾ പോകുന്നു, പോകും എന്നർത്ഥം വരും. പോകുന്നു, പോകും. ജലസ എന്ന് പറഞ്ഞാൽ ഇരുന്നു, യജ്ലിസു എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നു, ഇരിക്കും. അക്രമ ആദരിച്ചു, ആദരിക്കുന്നു, ആദരിക്കും. അസ്ലഹ നന്നാക്കി, യുസ്ലിഹു എന്ന് പറഞ്ഞാൽ നന്നാക്കുന്നു, നന്നാക്കും. നൗവമ ഉറക്കി, യുനവ്വിമു എന്ന് പറഞ്ഞാൽ ഉറക്കുന്നു, ഉറക്കും. ഇങ്ങനെയാണ് ഇതിൻ്റെ അർത്ഥത്തിലുള്ള വ്യത്യാസങ്ങൾ. അപ്പുറത്തെ ഭാഗത്ത് കൊടുത്തുള്ളത് ഫിഅൽ അമ്രാണ്. ഈ ഒരു ക്രിയ നമ്മൾ കൽപ്പിക്കുകയാണ്. ദഹബ എന്ന് പറഞ്ഞാൽ പോയി എന്നാണല്ലോ. ഒരാളോട് പറയുകയാണ് നീ പോ എന്നുള്ളത്. അതെങ്ങനെയാണ് പറയുക? ദഹബ പോയി. ഇദ്ഹബു അതിൻ്റെ മുദാരി. ഫിഅൽ അമ്ര എങ്ങനെയാണ് വരിക? ഇദ്ഹബ് നീ പോ എന്നാണ് വരിക. ഇദ്ഹബ് നീ പോ. ജലസ ഇരുന്നു എന്നാണ്. നീ ഇരിക്കുന്ന എങ്ങനെ പറയാം? ഇജ്ലിസ് എന്നാണ് പറയുക. ഇജ്ലിസ്. അക്രമ ആദരിച്ചു, നീ ആദരിക്കുക എന്നെങ്ങനെ പറയാം? അക്രിം എന്നാണ്. അസ്ലഹ നന്നാക്കി, നീ നന്നാക്കുക എന്ന് പറയാം അസ്ലിഹ് എന്നാണ്. നൗവമ ഉറക്കി, നീ ഉറക്കുക എന്നുള്ളതിന് നൗവിം എന്നാണ് പറയാം. ഇത് മുദക്കറാണെങ്കിലാണ്, ഒരു പുരുഷനോട് പറയുകയാണെങ്കിലാണ് ഈ ഒരു രൂപം വരിക. ഇദ്ഹബ്, ഇജ്ലിസ്, അക്രിം, അസ്ലിഹ്, നൗവിം എന്നുള്ളത്. ഇനിത് പറയുന്നത് ഒരു സ്ത്രീയോടാണെങ്കിലോ ഇദ്ഹബ് എന്നുള്ളത് എന്താവും? ഇദ്ഹബി എന്നാവും. ഒരു പെണ്ണിനോടാണ് നമ്മൾ പറയുന്നതെങ്കിൽ. ഇജ്ലിസ് എന്നുള്ളത് ഇജ്ലിസി എന്നാവും. അക്രിം എന്നുള്ളത് അക്രിമി എന്നാവും. അസ്ലിഹ് എന്നുള്ളത് അസ്ലിഹി എന്നാവും. നൗവിം എന്നുള്ളത് നൗവിമി എന്നാവും. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കാം.